ത്രിയേക ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന തോമസ് പി മുകളിലച്ചൻ, നമ്മുടെ ദേവാലയത്തിൻ്റെ വികാരി, ഈ ആരാധനയിൽ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ ആരാധനയിൽ ഏകാഗ്രതയോടെ ഏകമനസ്സോടെ സംബന്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ആരാധനയുടെ ഭാഗമാണ്. എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, ഉപവാസവും. പ്രാർത്ഥനയിൽ ഒരുപാട് ഘടകങ്ങൾ. ഒരു പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ ലഘുലേഖയിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. പ്രാർത്ഥന നമ്മളെ ദൈവത്തോട് നടന്ന് അടുപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നടന്ന് അടുപ്പിക്കുന്നു. ആ പ്രാർത്ഥന നല്ലതല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ദൈവത്തോട് നടന്ന് അടുപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഒരു കാര്യം അതിനകത്ത് പ്രയാസമുള്ളതുണ്ട്. ആലോചിച്ച് നോക്കി, എന്താ എൻ്റെ പ്രയാസം? നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് നടന്നേ അടുക്കത്തുള്ളൂ. അല്പം സ്പീഡ് കുറവാണ്. അതുകൊണ്ടാണ് ഉത്തരങ്ങൾ വൈകുന്നത്. എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു, അത് കുറേയൊക്കെ കിട്ടി, ഇനിയും കിട്ടാൻ കിടപ്പുണ്ട്. പക്ഷെ അത് പ്രാർത്ഥനയുടെ ഭാവം അതാണെന്നാ പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ദൈവത്തോടത് നടന്നേ അടുപ്പിക്കുകയുള്ളൂ. പക്ഷെ അടുക്കും. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത്. ഇടപെടാതെ പ്രാർത്ഥിക്കാനൊക്കെ സ്ലീഹന്മാർ പറയുന്നതും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് സമർപ്പിച്ചാൽ അത് നടന്നേ അടുക്കുള്ളൂ. അല്പം പതുക്കെ കിട്ടും, പക്ഷെ കിട്ടും. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടാതെ പോയത് എന്ന് ഓർത്ത് നോക്കിയാൽ അതിൻ്റെ അർത്ഥം അതാണ്. ദൈവം തന്നെ ഉദ്ദേശിക്കുന്നത് അല്പം പതുക്കെ ഈ സാധനങ്ങൾ കിട്ടുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ചു, കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രാർത്ഥിക്കാതിരിക്കരുത്. എന്നാൽ നോമ്പിനെ കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്, നോമ്പ് നോൽക്കുന്നയാൾ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പ് നോൽക്കുന്നയാൾ ദൈവത്തോട് ഓടിയടുപ്പിക്കും. അല്പം സ്പീഡ് കൂടുതലാണ്, പക്ഷെ നമ്മൾ നോക്കാത്തതും അതാണ്. പ്രാർത്ഥിക്കും, എല്ലാവരും എവിടെ വേണേ പോയി പ്രാർത്ഥിക്കും. നമ്മുടെ പള്ളി പ്രാർത്ഥിക്കും, പുറത്ത് പ്രാർത്ഥിക്കും, വീട്ടിൽ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്തതിൽ ഞാൻ പറയുകയില്ല. കാരണം അങ്ങനെയുള്ളവരെ ആരും എനിക്കറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കുന്നവരെയാണ് ഞാൻ എനിക്ക് സംസർഗമുള്ളത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരെന്ന് എൻ്റെ വിചാരം വല്ലത് കറക്റ്റാണ്. പക്ഷെ ഓർത്ത് നോക്കുക, പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. എന്നാൽ നോമ്പ് നോക്കുന്ന ആളുകളുടെ എണ്ണം എന്തുകൊണ്ടാണ് കുറവായെന്ന് ചോദിച്ചാൽ അവരുടെ കുറ്റമല്ലത്. അതൊരു എക്സസൈസാണ്, ഒരു ഓടി അടുപ്പിക്കുന്ന അല്പം പ്രയാസം. അതുകൊണ്ടാണ് നോമ്പ് കഴിയുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാകുന്നത്. നമ്മൾ ഓടി കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാകും. പിതാക്കന്മാർ അങ്ങനെ പറയുന്നത്. നോമ്പ് അങ്ങനെ അതിനുള്ളതാ. നമ്മളെ ഓടിയോട് അടുപ്പിക്കുന്നതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം. നമ്മൾ വലിയൊരു ബൃഹത്തായ 50 നോമ്പിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ നോമ്പാണ് നമ്മൾ നോക്കുന്നത്. ഓർക്കുക, പ്രാർത്ഥിക്കുന്നയാള് നോമ്പ് നോക്കി പ്രാർത്ഥിച്ചാൽ അല്പം കൂടെ പെട്ടെന്ന് ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്ഥാനത്തിലേക്ക് കയറി ചെല്ലും. അപ്പോൾ പിതാക്കന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അച്ഛൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, സത്യം അതാണ്. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. അല്പം എക്സസൈസ്, അല്പം ഒരു വ്യായാമം, അതാണ് നോമ്പ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഓർത്ത് നോക്കുക, നമ്മൾ അല്പം എക്സസൈസ് ചെയ്യുന്നതാണ് നോമ്പ്. അതുകൊണ്ട് അത് മുടക്കരുത്. അല്പം ഭക്ഷണമൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഉണ്ടാകണം. അതൊരു എക്സസൈസ് ആണ്. അതുകൊണ്ടാണ് ഈ നോമ്പ് നോക്കി എക്സസൈസ് ചെയ്തില്ലെങ്കിൽ വ്യായാമത്തിന് ജിമ്മിൽ പോകേണ്ടി വരും.
പോവേണ്ടി വരും. പേടിപ്പിക്കുകയൊന്നുമല്ല, ലോകത്തിൻ്റെ യാഥാർത്ഥ്യം അതാണ്. പിതാക്കന്മാർ ക്രമീകരിച്ചത് അതുകൊണ്ടാണ്. അവൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയെന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോട് അല്പം സ്ലോയിൽ നടന്നടുപ്പിക്കും. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ മറ്റന്നാളെ അവസാനം ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടുകയുള്ളൂ. അത് അർത്ഥം അത് തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് 3 ഉത്തരം കിട്ടും. സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ കൊച്ചുനാളിൽ? എന്താ 3 ഉത്തരം? ഒന്ന്, യെസ്, അങ്ങനെയാകട്ടെ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാകട്ടെ, നിനക്കത് കിട്ടിയിരിക്കുന്നു. രണ്ടാമതൊരു ഇതുണ്ട്, വെയിറ്റ്, അല്പം ഒന്ന് കഴിയട്ടെ, കുറച്ചാളോട് പ്രാർത്ഥിക്കും. മൂന്നാമതോ, നോ, നിനക്കത് തരുകയില്ല. അപ്പൊ ഇത്രയും കടമ്പകൾ കടക്കണമെങ്കിൽ ദൈവത്തിനടുത്തേക്ക്, അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് അല്പം അതൊരു നടന്ന് ദൈവത്തോട് അടുക്കുന്ന അനുഭവമാണെന്ന് പറയും. നോമ്പ് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കും. ആ ക്ഷീണമെന്ന് പറയുന്നത് ദൈവത്തോട് കൂടി അടുപ്പിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ ശ്രേഷ്ഠത അവിടെയാണ്. ഈ നോമ്പിൽ നമ്മൾ ഓരോ സംഭവങ്ങളാണ് ഓർക്കുന്നത്. ഇന്ന് ഓർത്ത സംഭവം പക്ഷപാത രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതാണ്. അതിൽ നിന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് അത്ഭുതം? നമ്മൾ പറയും ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാ? കാനാവിലെ കല്യാണത്തിന് വീഞ്ഞാക്കിയതും ഇല്ലേ? പിന്നെന്തായിരുന്നു രണ്ടാമത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും. ഇന്ന് പക്ഷപാതരോഗിയെ സൗഖ്യമാക്കുന്നു. അടുത്ത് അങ്ങോട്ട് പോവുക. വാസ്തവത്തിൽ ഈ കാണുന്ന ഓർക്കുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങളാണോ അടയാളങ്ങളാണോ? അടയാളമാണ്. പക്ഷെ നമ്മളെന്ത് വിചാരിച്ചു വെച്ചേക്കുന്ന അത്ഭുതമാണെന്ന് കരുതുക. അത്ഭുതം ചെയ്യാൻ എല്ലാവർക്കും കഴിയും, മാജിക്കുകാർക്ക് കഴിയും. മോശ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ചെന്ന് മോശയുടെ കഴിവ് മോശയോട് പറഞ്ഞ് നിരത്തിടാൻ പറഞ്ഞു. അപ്പോൾ അതിന് ആഭിചാരകന്മാരായ അന്നത്തെ ആളുകൾ അവരും വന്ന് അതുപോലെ ചെയ്തു. എല്ലാവർക്കും പറ്റുമോ? അത് അത്ഭുതം പ്രവർത്തിക്കാൻ പരിചയമുള്ള എല്ലാവർക്കും കഴിയും. എന്നാൽ അടയാളങ്ങൾ, സൈൻ, ഇവിടെ കർത്താവ് പ്രവർത്തിച്ചൊരു അടയാളമാണ്. ആ അടയാളം ആർക്കൊക്കെ അടയാളമായി? ചുമന്നുകൊണ്ട് വന്ന 4 പേർക്ക്, ആ ഭവനത്തിലുള്ള ആളുകൾക്ക്, ആ സമീപത്തിലുള്ള ആളുകൾക്ക് എല്ലാം ഒരു സൈനായി, അടയാളമായി. എന്താ? പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരം നോമ്പിൽ വെച്ചിരിക്കുന്നത്, അല്ലാതെ വോട്ടിടാനല്ല. വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ സംശയിച്ചത്, അയ്യോ പാപങ്ങൾ മോചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? യേശുവിനെ ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ കാണുന്നത് അത്ഭുതങ്ങളാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ അടയാളങ്ങളാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ആകുല ചിന്തയാണ്. ഒരടയാളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, നാളെ എനിക്കും ഇത് തന്നെ വരും. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിപ്പോഴേ. രോഗങ്ങളുടെ എണ്ണം അന്നത്തെ കാലത്ത് ഈ രോഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ രോഗങ്ങൾ വളരെ കൂടുതലാണ്. അടുത്ത വീട്ടിൽ രോഗം വരുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയല്ല വേണ്ടത്, അതൊരടയാളമാണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കുക. ഒരാൾക്കുള്ള ക്യാൻസർ വന്നാൽ പിറ്റേ ദിവസം മറ്റേ വീട്ടിൽ ക്യാൻസർ വരാമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആകുലതകളാണ്. അങ്ങനെ ആകുലത പേടിക്കാനല്ല പറഞ്ഞത്. ഈ ലോകത്തിൽ ലഭിക്കുന്നതായ സൈൻ, അടയാളങ്ങൾ, അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിക്കാനല്ല, അടയാളങ്ങൾ തിരിച്ചറിയുവാനുള്ള വലിയൊരു ചിന്ത ഈ വേദഭാഗത്തിലൂടെ ജനത്തിന് യേശുക്രിസ്തു നൽകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് കാണുന്നത്? അടയാളമാണ്. ഇത് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. എനിക്ക് ഭയപ്പെടാനുള്ളതല്ല, എനിക്ക് ദൈവത്തിൽ പ്രത്യാശപ്പെടാനുള്ള അവസരമാണ്. അതുകൊണ്ട് എൻ്റെ ഈ വിശ്വാസം അനേകർക്ക് പാഠമായി തീർന്നു എന്ന് പക്ഷപാത രോഗി പറയുന്നത് പോലെ നിന്റെ വിശ്വാസം എല്ലാവർക്കും പാഠമായി, ഭാഗമായി. അതുകൊണ്ടാണ് വിശ്വാസം കാണുമ്പോൾ അവരെ നമ്മൾ പരിഹസിക്കാനല്ല, ആ വിശ്വാസം നമുക്കൊരു അടയാളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അത്ഭുതങ്ങളിലല്ല, അടയാളങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം തീരണം. അത്ഭുതങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്തയെന്ന് വരരുത്. അടുത്ത ആഴ്ചയൊക്കെ ഓരോ അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിക്കും. അതൊന്നും അത്ഭുതമല്ല,
അടയാളങ്ങളാണ്. ലോകത്തിന് നൽകുന്ന അടയാളങ്ങൾ, സമൂഹത്തിന് നൽകുന്ന അടയാളങ്ങൾ, നമുക്ക് നൽകുന്ന അടയാളങ്ങൾ, എനിക്ക് നൽകുന്ന അടയാളങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കാം.